ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാം. വിഷു സ്പെഷ്യൽ ഇഞ്ചിക്കറി. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. എന്നാലും ഒന്ന് ട്രൈ ചെയ്യാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി ഒന്ന് നല്ല ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ വറുത്തെടുക്കണം. അതിപ്പം ഒന്ന് വറുക്കാൻ വെച്ചേക്കാം. അത് വറുത്ത് ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ വെച്ചിട്ട് അത് ഒരു ബ്രൗൺ കളറാകുമ്പം അതെടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഇട്ട് അതും വറുത്തെടുക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ ആയി. അതുകൊണ്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് അതും കൂടെ വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ബാക്കി ഇഞ്ചിയും കൂടെ വറുത്ത് ബ്രൗൺ കളറാകുമ്പം അതും ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അത് ലാസ്റ്റ് ഇതെല്ലാം കൂടെ പൊടിക്കാം. ഇനിയിപ്പം വറുത്ത ഇഞ്ചിയെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ച് ആക്ച്വലി ഞാൻ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഈ പൊടിച്ച ഇഞ്ചിയും മറ്റേ വാളംപുള്ളി പിഴിഞ്ഞ് അതും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കണം. അതൊന്ന് പറ്റാൻ വെക്കണം. അങ്ങനെ അത് വെച്ചേക്കാം. ഇപ്പോൾ പറ്റാൻ വെച്ചേക്കാം. അത് കുറച്ച് പറ്റി കഴിയുമ്പം കുറച്ച് നേരം ഒന്ന് അടി പിടിക്കാതിരിക്കാൻ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് അതൊന്ന് നല്ലതായിട്ട് വേകാൻ വേണ്ടി, ഈ വറുത്ത ഇഞ്ചി വേകാൻ വേണ്ടി അങ്ങനെ വെക്കുന്നത്. അത് ഓക്കെ, ഇപ്പോൾ അത് സെറ്റായി. അതായത് നല്ല വെന്ത് വന്നു. അപ്പോൾ ഇനി നമുക്ക് കടുക് വറക്കണം, അതായത് താളിക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് സ്ലൈസായിട്ട്, അതായത് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാമുറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ അകത്ത് കറിവേപ്പില ഇടണം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും മുളക് പൊടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിക്കണം. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഇഞ്ചി പുളിയും കൂടെ മിക്സ് ചെയ്ത് വേവിച്ച് വെച്ചിരുന്ന സാധനത്തിലോട്ട് ഈ കടുക് വറുത്തി വെള്ളം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് കുറുകി വരുന്ന പോലെ ആക്കണം. അതിനിടയ്ക്ക് നമ്മൾ ആക്ച്വലി ഞാൻ ഉപ്പിടാൻ മറന്നുപോയായിരുന്നു. അങ്ങനെ ഉപ്പ് ഇടണം. പിന്നെ കുറച്ച് പഞ്ചസാര, അതായത് ഈ ഇഞ്ചിയുടെ എന്തൊക്കെ മാറാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അത് പറ്റിച്ച് കുറുകി വരുമ്പോൾ അത് ഓഫാക്കാം. അങ്ങനെ സദ്യക്കുള്ള ഇഞ്ചിക്കറി റെഡി ആയിരിക്കുന്നു. ഓക്കെ, ബൈ.